വർഷം 2001 ഒക്ടോബർ മാസം തീരാറായിരിക്കുന്നു. തണുപ്പും കോടയും കൂടുതലുള്ള നവംബർ ഡിസംബർ മാസങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് കൊടൈക്കനാലിലെ ഒരു തണുത്ത വെളുപ്പാങ്കാലം. പെരുമാൾമല എന്ന ഗ്രാമത്തിനടുത്തായി രണ്ട് ഫോറസ്റ്റ് ഗാർഡുകൾ അവരുടെ സ്ഥിരം റൗണ്ട്സ് ചെയ്യുന്നു. കയ്യിൽ ടോർച്ചുകളും യൂണിഫോമിന് മേൽ സെറ്ററുകളും ഇട്ടാണ് അവരുടെ നടത്തം. റോഡുകൾക്ക് ഇരുവശങ്ങളിലേക്കും മലഞ്ചെരുവുകളിലേക്കും ടോർച്ചുകൾ അടിച്ച് പരിശോധിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അസ്വാഭാവികമായ എന്തോ ഒന്ന് മലഞ്ചെരുവിൽ താഴെ ഭാഗത്തായി കുടുങ്ങിക്കിടക്കുന്നതായി ഒരാളുടെ കണ്ണിൽപ്പെട്ടു. അവർ പെട്ടെന്ന് തന്നെ മെയിൻ റോഡിൽ നിന്നും താഴേക്കിറങ്ങി അത് എന്താണെന്ന് പരിശോധിച്ചു. കാട്ടുചെടികൾക്കിടയിൽ കമഴ്ന്നു കിടക്കുന്ന രീതിയിൽ ഒരു മൃതദേഹമായിരുന്നു അത്. നീല കളർ ഷർട്ടും ബെയ്ജ് കളർ പാൻസും ധരിച്ച ഒരു ചെറുപ്പക്കാരൻ. മൃതദേഹം തിരിച്ചിട്ട് നോക്കിയപ്പോൾ മുഖം കല്ലിച്ച് വീങ്ങിയ നിലയിലായിരുന്നു. ഒരു പക്ഷേ വീഴ്ചയിൽ ഉണ്ടായതാകാം അത് എന്ന് അവർ വിലയിരുത്തി. പക്ഷേ ഇതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സ്ഥിരീകരിക്കാൻ ആദ്യത്തെ ഘട്ടത്തിൽ പോലീസിന് ആയില്ല. കാരണം പ്രണയ നൈരാശ്യം, കടബാധ്യത, അങ്ങനെ കാരണങ്ങൾ ഏതുമായിക്കോട്ടെ, ആത്മഹത്യക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണല്ലോ സൂയിസൈഡ് പോയിന്റും കൊടൈക്കനാലും. എന്നിരുന്നാലും ഒരു രാത്രിയുടെ മറവിൽ കൊടൈക്കനാലിലെ കൊക്കകളുടെ അടിത്തട്ടിൽ എത്തേണ്ടിയിരുന്ന ആ മൃതദേഹം മലഞ്ചെരുവിൽ കുടുങ്ങിക്കിടന്നപ്പോൾ, ആ ഫോറസ്റ്റ് ഗാർഡുകൾ ആ മൃതദേഹം കണ്ടെത്തിയപ്പോൾ, ആ നിമിഷം മുതൽ എണ്ണപ്പെട്ടത് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഹോട്ടൽ ശൃംഖലയായ ഹോട്ടൽ ശരവണ ഭവൻ എന്ന ലോകപ്രസിദ്ധമായ ഹോട്ടലുകളുടെ ഉടമയായ പിച്ചൈ രാജഗോപാൽ എന്ന കോടീശ്വരന്റെ ദിനങ്ങളായിരുന്നു. അണ്ണാച്ചി എന്നും പിൽക്കാലത്ത് ദോശ രാജാവ് എന്നും അറിയപ്പെട്ട രാജഗോപാൽ കെട്ടിപ്പടുത്ത ഹോട്ടൽ ശരവണ ഭവൻ ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ ആയിരുന്നുവെങ്കിലും വിധവയായ ജീവജ്യോതി എന്ന സ്ത്രീ നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പണത്തിന്റെയും അധികാരത്തിന്റെയും മുകളിൽ നിന്ന് താഴേക്കുള്ള പതനത്തിന്റെ കഥയിൽ ഭീഷണിപ്പെടുത്തൽ, കൈക്കൂലി, തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീകളെ ചൂഷണം ചെയ്യൽ, കൊലപാതകം, അങ്ങനെ ഒരു തമിഴ് വയലൻസ് മൂവിക്ക് വേണ്ട എല്ലാ നോൺ വെജ് ചേരുവകളും ഉണ്ടായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്റെ ബുദ്ധിയും കഠിനാധ്വാനവും കൊണ്ട് വലിയൊരു സാമ്രാജ്യം കെട്ടി ഉയർത്തിയ ആളായിരുന്നു രാജഗോപാൽ. പല പല ജോലികൾ ചെയ്തു, പല പല അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കി ഹോട്ടൽ ശരവണ ഭവൻ എന്ന വലിയൊരു ഹോട്ടൽ ശൃംഖല പടുത്തുയർത്തി. സാധാരണക്കാർക്ക് വലിയൊരു പ്രചോദനം എന്ന രീതിയിൽ പറയപ്പെടേണ്ടിയിരുന്ന രാജഗോപാലിന്റെ ജീവിതം ഇന്നറിയപ്പെടുന്നത് ഒരു കൊലപാതകി എന്ന പേരിലാണ്. എത്രയൊക്കെ പണമുണ്ടായിട്ടും എത്രയൊക്കെ അധികാരമുണ്ടായിട്ടും ഇതൊന്നും പ്രയോജനപ്പെടാതെ ജീവജ്യോതി എന്ന ഒരു സാധാരണ സ്ത്രീയുടെ പ്രതികാരാഗ്നിയിൽ അയാൾ അടിപതറി വീണു. നീണ്ട 20 വർഷങ്ങൾ ജീവജ്യോതി നടത്തിയ നിയമ പോരാട്ടത്തിലൂടെ രാജഗോപാലിന് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. നമസ്കാരം, ഞാൻ ആർഷ. ട്രൂത്ത് ആൻഡ് ടെയിൽസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഹനത്തിന്റെയും അസാമാന്യ ധൈര്യത്തിന്റെയും പ്രതിരൂപമായ ജീവജ്യോതി പ്രിൻസ് ശാന്തകുമാറിന്റെ കഥയാണ് ഈ എപ്പിസോഡിൽ ട്രൂത്ത് ആൻഡ് ടെയിൽസിൽ ഞാൻ പറയാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ തിരുച്ചെന്തൂർ എന്ന ഗ്രാമത്തിനടുത്ത് പുന്നേടി എന്ന ഒരു ചെറിയ ഗ്രാമമാണ് രാജഗോപാലിന്റെ സ്വദേശം. അവിടെ നിന്നും തന്റെ 16-ാമത്തെ വയസ്സിൽ നാടുവിട്ട രാജഗോപാൽ പല പല ജോലികൾ ചെയ്ത് പല പല അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ച് ഏറ്റവും ഒടുവിൽ 1981 തമിഴ്നാട്ടിലെ ചെന്നൈയിലെ KK നഗറിൽ വെറും 5000 രൂപ മുടക്കുമുതലിൽ തന്റെ ആദ്യത്തെ ഹോട്ടൽ ആരംഭിക്കുന്നു. ആ ഒരു ഒറ്റ ഹോട്ടലിൽ നിന്നും ലോകമെമ്പാടും ഒരുപാട് ഔട്ട്ലെറ്റുകളുള്ള ഹോട്ടൽ ശരവണ ഭവൻ എന്ന പ്രീമിയം വെജിറ്റേറിയൻ ഹോട്ടൽ ഉടമയായ കഥ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നാമ്പുറത്ത് രാജഗോപാൽ നേടിയെടുത്ത എല്ലാ വിജയങ്ങളിലും ചില മനുഷ്യരുടെ കണ്ണീരും ജീവിതവും ഉണ്ടായിരുന്നു. തന്റെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ രാജഗോപാൽ ഒരു ജ്യോതിഷിയെ കാണാൻ ഇടവരുന്നു. അവിടെ നിന്നുമാണ് രാജഗോപാലിന്റെ നാശവും ആരംഭിച്ചത്. പണ്ടു മുതൽ തന്നെ ജ്യോതിഷത്തിൽ വളരെയധികം വിശ്വാസമുള്ളയാളായിരുന്നു രാജഗോപാൽ. അയാളോട് ഇത്തവണ ജ്യോതിഷി പറഞ്ഞത്, ജീവജ്യോതി എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കൂ, ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10 ഇരട്ടി സമ്പത്ത് തനിക്ക് അധികം ലഭിക്കുമെന്നാണ്. പെൺവിഷയത്തിൽ അല്പ താല്പര്യ കൂടുതലുള്ള രാജഗോപാൽ ഇത് കേൾക്കേണ്ട താമസം തന്റെ 50-ാമത്തെ വയസ്സിൽ 3-ാം വിവാഹത്തിന് ഇറങ്ങി പുറപ്പെട്ടു. വിവാഹം കഴിക്കാനായി തിരഞ്ഞെടുത്തതോ തന്റെ മാനേജറായി ജോലി ചെയ്തിരുന്ന രാമസ്വാമിയുടെ മകളായ ജീവജ്യോതി എന്ന ചെറിയ പെൺകുട്ടിയെ. 10ഓ 15ഓ വയസ്സ് മുതൽ രാജഗോപാലിന് നന്നായി അറിയാവുന്ന ജീവജ്യോതിയെ സ്വന്തമാക്കുവാൻ അയാൾ കാട്ടിക്കൂട്ടിയ അവിവേകമായ പ്രവർത്തനങ്ങൾ അയാളെ കൊണ്ടെത്തിച്ചത് നാശത്തിലേക്കായിരുന്നു. 2001 ഒക്ടോബർ മാസം 31-ാം തീയതി രാവിലെ ഏകദേശം 6-നും 7-നും ഇടയ്ക്കാണ് ഫോറസ്റ്റ് ഗാർഡുകൾ ആ ചെറുപ്പക്കാരന്റെ മൃതദേഹം കൊടൈക്കനാലിൽ നിന്നും കണ്ടെത്തിയത്. പിന്നീട് അവർ അത് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പോലീസും അതിവേഗം സ്ഥലത്തെത്തി മൃതദേഹത്തിന്റെ ഫോട്ടോ എടുക്കുകയും ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. പിന്നീട് ആ മൃതദേഹം കൊടൈക്കനാലിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. അവിടെ വെച്ച് നവംബർ 2-ാം തീയതി മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടന്നു.
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഇതൊരു കൊലപാതകമായിരുന്നു. മരണം സംഭവിച്ചിട്ട് ഏകദേശം 4 ദിവസത്തോളമായെന്നും കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നും ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. കൊലപാതകമാണെന്ന് ഏറെക്കുറെ തെളിഞ്ഞിട്ടും മരിച്ചതാരാണെന്ന് തിരിച്ചറിയാനാവാത്തത് കൊണ്ട് തന്നെ പോലീസ് ആ മൃതദേഹം കൊടൈക്കനാലിൽ തന്നെ സംസ്കരിക്കുന്നു. എന്നാൽ മൃതദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ തെളിവുകളും ഭദ്രമായി പോലീസ് സൂക്ഷിച്ചു വെച്ചു. അന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ തമിഴ്നാടിനെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ കേസിന്റെ ഭാഗമാകാൻ പോവുകയാണ് ആ പോലീസുകാരെന്ന് അപ്പോൾ അവർ അറിഞ്ഞില്ല. ഈ ഒരു കേസ് സെക്ഷൻ കോടതിയിൽ നിന്നും സുപ്രീം കോടതി വരെ 18 വർഷം നീണ്ടപ്പോൾ അതിനിടയിൽ തകർന്നത് കോടീശ്വരനായ രാജഗോപാലിന്റെ ശൗര്യ ജീവിതവും പ്രതിച്ഛായയുമായിരുന്നു. രാജഗോപാലിന്റെ KK നഗറിലെ ശരവണ ഭവൻ എന്ന ഹോട്ടലിൽ മാനേജറായി ജോലി ചെയ്യാനാണ് രാമസ്വാമി എത്തിയത്. ശരവണ ഭവനിൽ ജോലി ലഭിച്ച് വലിയ തരക്കേടില്ലാത്ത ശമ്പളവുമായപ്പോൾ തന്റെ കുടുംബത്തെ ചെന്നൈയിലേക്ക് കൊണ്ടുവരാൻ രാമസ്വാമി തീരുമാനിച്ചു. രാമസ്വാമി തന്റെ ഭാര്യയായ തവമണിയെയും മകളായ ജീവജ്യോതിയെയും മകനായ രാംകുമാറിനെയും തന്നോടൊപ്പം ചെന്നൈയിൽ താമസിപ്പിച്ചു. മക്കളുടെ വിദ്യാഭ്യാസം അവിടെ തുടർന്നു. പിന്നീട് സ്ഥാനക്കയറ്റം ലഭിച്ചപ്പോൾ രാജഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള വസതിയിലേക്ക് താമസവും മാറ്റി. അന്ന് ജീവജ്യോതിക്ക് വെറും 15 വയസ്സായിരുന്നു. 2 വർഷങ്ങൾ കഴിഞ്ഞു. അനിയൻ രാംകുമാർ കണക്കിൽ അല്പം മോശമായിരുന്നു. തുടർച്ചയായി കണക്കിൽ തോൽക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു ട്യൂഷൻ രാമസ്വാമി തന്റെ മകന് വേണ്ടി കണ്ടെത്തി. അങ്ങനെ രാംകുമാർ എന്ന 10ാം ക്ലാസ്സുകാരനെ കണക്ക് പഠിപ്പിക്കുന്നതിനായി അവിടേക്ക് എത്തിയ ആളായിരുന്നു പ്രിൻസ് ശാന്തകുമാർ എന്ന ക്രിസ്ത്യാനിയായ ചെറുപ്പക്കാരൻ. വൈകാതെ പ്രിൻസിന്റെ ട്യൂഷൻ വലിച്ചു തുടങ്ങി. രാംകുമാർ കണക്കിന് ജയിക്കാൻ തുടങ്ങി. അതോടെ പ്രിൻസ് ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായി. അങ്ങനെ കുറച്ചു നാളുകൾ മുന്നോട്ട് പോയി. ഇതിനോടിടയ്ക്ക് ജീവജ്യോതിയും പ്രിൻസും വളരെ അടുത്തു. അവർ പരസ്പരം ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജഗോപാലിന്റെ കണ്ണ് ജീവജ്യോതിയുടെ മേൽ പതിയുന്നത്. അയാൾക്ക് അവളോട് ഒരാഗ്രഹവും ഉണ്ടായിരുന്നു. ഏതു വിധേനയും ജീവജ്യോതിയെ സ്വന്തമാക്കുവാൻ അച്ഛൻ രാംകുമാറിന് ഒരുപാട് ആനുകൂല്യങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ഇയാൾ നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ആ കുടുംബത്തെ മൊത്തം തന്റെ പരിധിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രിൻസ് ശാന്തകുമാർ ആ വീട്ടിലേക്ക് എത്തുന്നതും ജീവജ്യോതിയുമായി അടുക്കുന്നതും. ഒരു പെൺകുട്ടി വളർന്നു വരുന്ന വീട്ടിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ കയറി ഇറങ്ങുന്നത് നല്ലതല്ല എന്ന് ഇൻഡയറക്റ്റ് ആയി രാജഗോപാൽ രാമസ്വാമിയെ അറിയിച്ചു. എന്നാൽ ഇത് രാമസ്വാമിയുടെ കുടുംബം വലുതായി കണക്കിലെടുത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പരോക്ഷമായി മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. എന്നിട്ടും മാറ്റമൊന്നും ഇല്ല എന്ന് കണ്ടപ്പോൾ ഇനിയും ഇത് തുടർന്നാൽ തന്റെ പേരിലുള്ള വസതിയിൽ നിന്നും ഇറങ്ങിത്തരണമെന്ന് രാജഗോപാൽ അവരോട് പറയുന്നു. അങ്ങനെ രാമസ്വാമി തന്റെ കുടുംബത്തെയുമായി മറ്റൊരു സ്ഥലത്ത് ഒരു ചെറിയ വാടക വീടെടുത്ത് അവിടെ താമസം ആരംഭിക്കുന്നു. അങ്ങനെ രാജഗോപാലും രാമസ്വാമിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്നു. പിന്നീട് രാമസ്വാമി ശരവണ ഭവനിലെ ജോലി രാജിവെക്കുന്നു. തന്റെ ഭാര്യയെയും മക്കളെയും ചെന്നൈയിൽ നിർത്തി അയാൾ മലേഷ്യക്ക് പോകുന്നു. രാമസ്വാമിയായിട്ട് തെറ്റിയിട്ടും തന്റെ ആഗ്രഹം നിറവേറുന്നതിനു വേണ്ടി ആ കുടുംബത്തെ രാജഗോപാൽ രഹസ്യമായി സഹായിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ കുടുംബത്തിന് രാജഗോപാൽ വേണ്ടതെല്ലാം കണ്ടറിഞ്ഞു ചെയ്യുന്ന ഒരു ലോക്കൽ ഗാർഡിയനായി മാറി. ഇതിനിടയ്ക്ക് ജീവജ്യോതിയുടെയും പ്രിൻസ് ശാന്തകുമാറിന്റെയും പ്രണയം വീട്ടിലറിയുന്നു. ഒരു കാരണവശാലും ഒരു ക്രിസ്ത്യാനിക്ക് തന്റെ മകളെ വിവാഹം ചെയ്തു നൽകില്ല എന്ന് തവമണി പറയുന്നു. എന്നാൽ 1999 ഏപ്രിൽ 29 ജീവജ്യോതിക്ക് 18 വയസ്സ് തികഞ്ഞ് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ജീവജ്യോതി പ്രിൻസ് ശാന്തകുമാറിനോടൊപ്പം ഇറങ്ങിപ്പോയി. പിന്നീട് ചെന്നൈയിലേക്ക് തിരിച്ചെത്തിയ ഇവരെ മനസ്സില്ലാ മനസ്സോടെ തവമണി സ്വീകരിക്കുന്നു. പ്രിൻസ് പിന്നീട് തന്റെ ട്യൂഷൻ ജോലി അവസാനിപ്പിച്ച് ഒരു LIC ഏജന്റ് ആവുന്നു. അടുത്തുള്ള ഒരു ട്രാവൽ ഏജൻസിയിൽ ജീവജ്യോതിക്കും ജോലി ലഭിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതം സമാധാനപൂർവ്വം മുന്നോട്ട് പോകുമ്പോഴാണ് സ്വന്തമായി ഒരു ട്രാവൽ ഏജൻസി തുടങ്ങണമെന്ന ആഗ്രഹം ജീവജ്യോതിക്ക് ഉണ്ടാവുന്നത്. ഒരുപക്ഷെ അതായിരുന്നു ഇവരുടെ ജീവിതം തകർത്ത തീരുമാനം. തന്റെ അമ്മാവനിൽ നിന്നും തന്റെ അമ്മ കടം വാങ്ങി നൽകിയ 1 ലക്ഷം രൂപയിൽ അവരൊരു ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ആകില്ലായിരുന്നു. ഇനിയും പണം വേണം. ഭാര്യയും ഭർത്താവും പല സ്ഥലങ്ങളിലും പണം അന്വേഷിച്ചു. പക്ഷെ എവിടെ നിന്നും ലഭിച്ചില്ല. അവസാനം അമ്മയുടെ അടുത്ത് തന്നെ എത്തി വീണ്ടും പണം ചോദിച്ചു. എന്നാൽ തനിക്കിനി പണം ചോദിക്കാൻ ആരുമില്ലെന്നും ഒരു അവസാന മാർഗം എന്ന നിലയ്ക്ക് രാജഗോപാലിനോട് ചോദിക്കാമെന്നും അയാളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടെന്നും അയാൾ ഒരുപക്ഷെ നമ്മളെ സഹായിക്കുമെന്നും തവമണി പറയുന്നു. പൈസയ്ക്ക് നല്ല ആവശ്യമുള്ളത് കൊണ്ട് തന്നെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും രാജഗോപാലിനോട് കടം ചോദിക്കാമെന്ന് ജീവജ്യോതി തീരുമാനിക്കുന്നു. പക്ഷേ താൻ ചെയ്യാൻ പോകുന്നത് തന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന വലിയൊരു തെറ്റാണെന്ന് അന്ന് ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു. ജീവജ്യോതിയോടുള്ള ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചിരുന്ന രാജഗോപാലിന് ഇത് വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു. നേരത്തെ വെറും ഒരു ആഗ്രഹമായി മനസ്സിലുണ്ടായിരുന്ന ജീവജ്യോതിയെ സ്വന്തമാക്കിയേ പറ്റൂ എന്ന തീരുമാനത്തിൽ രാജഗോപാലിനെ എത്തിച്ചത് രവി എന്നൊരു ജ്യോത്സ്യൻ പറഞ്ഞ ഒരു കാര്യമായിരുന്നു. രാജഗോപാലിന്റെയും ജീവജ്യോതിയുടെയും ജാതകങ്ങൾ ചേർന്നാൽ സമ്പത്ത് കുമിഞ്ഞു കൂടുമെന്ന്. എന്നാൽ ആഗ്രഹിച്ചു മോഹിച്ച് താൻ വിവാഹം കഴിച്ച പ്രിൻസ് ശാന്തകുമാറിനെ ഉപേക്ഷിച്ച് രാജഗോപാലിന്റെ 3ാം ഭാര്യയാകാൻ ജീവജ്യോതി തയ്യാറായില്ല.
രാജഗോപാലിന്റെ പല ഭീഷണികൾ ഉണ്ടായിട്ടും തന്റെ ഭാര്യയെ ഒഴിവാക്കാൻ പ്രിൻസ് ശാന്തകുമാറും തയ്യാറായില്ല. രാജഗോപാലിന്റെ രണ്ടാം ഭാര്യ തന്റെ കുക്കായ ഗണേഷ് അയ്യരുടെ ഭാര്യയായിരുന്നു. അവരുടെ പേര് കൃതിക എന്നായിരുന്നു. കൃതികയെയും ഇയാൾ സ്വന്തമാക്കിയത് ഇതേപോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ തുടർച്ചയായി പരിശ്രമിച്ചാൽ ജീവജ്യോതിയെയും തന്റെ ഭാര്യയാക്കാമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ പണം നൽകിയതോടെ ജീവജ്യോതിയുടെ ജീവിതത്തിലേക്ക് രാജഗോപാൽ ഒരു റീ എൻട്രി നടത്തി. തന്റെ കയ്യിൽ നിന്നും തന്റെ പണം സ്വീകരിച്ചതോടെ ജീവജ്യോതി തന്റെ സ്വന്തമായെന്നും അയാൾ മനസ്സിൽ വിചാരിച്ചു. പണം കൈപ്പറ്റിയതോടെ ജീവജ്യോതിയെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ തുടങ്ങി. വളരെ മോശമായി സംസാരിക്കുവാൻ തുടങ്ങി. ആളുകളെ വെച്ച് ജീവജ്യോതിയെ നിരീക്ഷിക്കാൻ തുടങ്ങി. എവിടെ പോയാലും പുറകെ ആളുകളെ അയക്കാൻ തുടങ്ങി. എന്നാൽ ഇതുകൊണ്ടൊന്നും ജീവജ്യോതിയുടെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഇതിനിടയ്ക്ക് മലേഷ്യക്ക് പോയ രാമസ്വാമി തിരികെ വന്നു. അങ്ങനെയിരിക്കെ രാജഗോപാൽ ഈ രാമസ്വാമിക്ക് ഒരു കട സ്വന്തമായി ഇട്ട് നൽകി. അതുകൂടാതെ 3 ലക്ഷം രൂപ കടവും നൽകി. അങ്ങനെ രാമസ്വാമിയെ അയാൾ വരുതിയിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ജീവജ്യോതിയുടെ കാര്യത്തിലും ഇയാൾ ഇടപെടുന്നത് ദിനം പ്രതി കൂടി വന്നു. ഭീഷണിയൊന്നും ഏൽക്കുന്നില്ല എന്ന് മനസ്സിലായ രാജഗോപാൽ ജീവജ്യോതിക്ക് 2 ദിവസത്തെ ഡെഡ് ലൈൻ നൽകുന്നു. ആ 2 ദിവസത്തിനുള്ളിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് തന്റെ ഒപ്പം വരണമെന്ന് രാജഗോപാൽ പറയുന്നു. എന്നാൽ ജീവജ്യോതി അതിന് തയ്യാറായില്ല. പറഞ്ഞ ദിവസം അവസാനിച്ച ഒക്ടോബർ 1-ാം തീയതി രാജഗോപാലിന്റെ ഗുണ്ടകൾ ബലമായി ജീവജ്യോതിയെയും ഭർത്താവിനെയും പിടിച്ചുകൊണ്ടുപോകുന്നു. പ്രിൻസ് ശാന്തകുമാറിനെ മർദ്ദിച്ച് അവശനാക്കുന്നു. ഒക്ടോബർ 12-ാം തീയതി ഈ ക്രൂരതകളെല്ലാം വിശദീകരിച്ച് ജീവജ്യോതി കമ്മീഷണറിന് വീണ്ടും ഒരു പരാതി നൽകുന്നു. രാജഗോപാൽ തന്റെ സ്വാധീനം വെച്ച് ഈ പരാതിയെപ്പറ്റി അറിയുകയും ചെയ്യുന്നു. പിന്നീടും അയാൾ നേരിട്ടും അല്ലാതെയും ജീവജ്യോതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഭീഷണിയെ തുടർന്ന് ജീവജ്യോതിയുടെ അച്ഛനമ്മമാരും രാജഗോപാൽ പറയുന്നത് കേൾക്കാൻ ജീവജ്യോതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ജീവജ്യോതി ഇതിനൊന്നും തയ്യാറായിരുന്നില്ല. ഇതിനൊന്നും ജീവജ്യോതി വഴങ്ങില്ല എന്ന് മനസ്സിലാക്കിയ രാജഗോപാൽ ജീവജ്യോതിയുടെ മുന്നിൽ വെച്ച് രാജഗോപാലിന്റെ ഗുണ്ടകൾ പ്രിൻസ് ശാന്തകുമാറിനെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നു. ഈ സംഭവം നടന്ന് 2 ആഴ്ചകൾ കഴിഞ്ഞിട്ടും തന്റെ ഭർത്താവിനെ പറ്റി ഒരു വിവരവും ലഭിക്കാതായപ്പോൾ ഒളിവിലായിരുന്ന ജീവജ്യോതി ചെന്നൈയിലെത്തി തന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് കാണിച്ച് വീണ്ടും ഒരു പരാതി പോലീസിൽ നൽകുന്നു. അന്ന് ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പരാതി സ്വീകരിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നവംബർ 16-ന് ആദ്യത്തെ അറസ്റ്റ് ഉണ്ടാകുന്നു. രാജഗോപാലിന്റെ PA ആയിരുന്ന ചന്ദ്രശേഖറും 3 ഗുണ്ടകളുമാണ് ആദ്യം അറസ്റ്റിലായത്. പിന്നീട് ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ച് ജീവജ്യോതി മറ്റൊരു കംപ്ലൈന്റ് കൂടെ നൽകുന്നു. അങ്ങനെ രാജഗോപാലിന്റെ ബാക്കി ഗുണ്ടകൾ കൂടി അറസ്റ്റിലാവുന്നു. ഇങ്ങനെയിരിക്കെ തമിഴ്നാട്ടിൽ ഭരണം മാറുന്നു. ജയലളിത സർക്കാർ അധികാരത്തിലെത്തുന്നു. ജയലളിത ഈ കേസിൽ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നുവെന്നും അതുകൊണ്ട് മാത്രമാണ് ഈ കേസ് അട്ടിമറിക്കാൻ രാജഗോപാലിന് സാധിക്കാതെ പോയതെന്നും ജീവജ്യോതി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നവംബർ 23-ന് പയറ്റിയ അടവുകളൊന്നും വലിക്കാതെ രാജഗോപാലിന് കീഴടങ്ങേണ്ടി വന്നു. പക്ഷേ അപ്പോഴും പ്രിൻസ് ശാന്തകുമാർ ജീവനോടെ ഉണ്ടോ എന്നുള്ളത് അജ്ഞാതമായി തുടർന്നു. അങ്ങനെ ആദ്യം അറസ്റ്റ് ചെയ്ത ഗുണ്ടകളെ പോലീസ് നല്ല രീതിയിൽ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാവാതെ അവർ ഉള്ള സത്യങ്ങൾ മുഴുവൻ പോലീസിനോട് പറഞ്ഞു. മറ്റു ഗുണ്ടകളുമായി ചേർന്ന് പ്രിൻസ് ശാന്തകുമാറിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്നും മൃതദേഹം കൊടൈക്കനാലിൽ എത്തിച്ച് കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നും അയാൾ പറഞ്ഞു. പെട്ടെന്ന് തന്നെ പോലീസ് രാജഗോപാലിനെയും മറ്റു ഗുണ്ടകളെയും കൂട്ടി കൊടൈക്കനാലിലേക്ക് പുറപ്പെടുന്നു. അവിടെ മൃതദേഹം വലിച്ചെറിയപ്പെട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നു. മൃതദേഹം അവിടെ നിന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ പോലീസുമായി ബന്ധപ്പെടുന്നു. മരിച്ചയാളുടെ ലക്ഷണങ്ങളും അയാൾ ധരിച്ച വസ്ത്രങ്ങളെ പറ്റിയെല്ലാം കൊടൈക്കനാൽ പോലീസിനോട് ചെന്നൈയിൽ നിന്ന് വന്ന ഇവർ പറയുന്നു. ഇത് കേട്ടതും 1 മാസം മുമ്പ് ഇവർ അടക്കം ചെയ്ത ഈ ഒരു മൃതദേഹവുമായി ഇതിന് സാമ്യമുള്ളതായി അവർ പറയുന്നു. അങ്ങനെ മൃതദേഹം തിരിച്ചറിയുന്നതിനു വേണ്ടി ജീവജ്യോതിയെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കുന്നു. മൃതദേഹം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ ജീവജ്യോതിക്ക് തന്റെ ഭർത്താവ് കൊലപ്പെട്ടു എന്ന് മനസ്സിലായി. പിന്നീട് കേസിന്റെ നാളുകളായിരുന്നു. കൊലക്കുറ്റം ചാർജ് ചെയ്തെങ്കിലും 2003-ൽ രാജഗോപാലിന് ജാമ്യം ലഭിച്ചു. 2004-ൽ സെക്ഷൻ കോടതി ഇയാൾക്ക് 10 വർഷത്തെ ശിക്ഷ വിധിക്കുന്നു. 2009-ൽ കൊലക്കുറ്റം ചുമത്തി ഹൈക്കോടതി ഇയാൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നു. രാജഗോപാൽ അപ്പീലിനായി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും സുപ്രീം കോടതി ജീവപര്യന്തം ശിക്ഷ ശരിവെക്കുകയായിരുന്നു. അപ്പോൾ ജാമ്യത്തിലായിരുന്ന രാജഗോപാലിനോട് 100 ദിവസത്തിനുള്ളിൽ കീഴടങ്ങണമെന്ന് സുപ്രീം കോടതി പറയുന്നു. അങ്ങനെ 2019 ജൂലൈ 9-ന് തിരിച്ച് ജയിലിലെത്തിയ രാജഗോപാലിന് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതികഠിനമായ നെഞ്ചുവേദന ഉണ്ടാകുന്നു. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത രാജഗോപാൽ 2 ദിവസം കഴിഞ്ഞ് ഹൃദയാഘാതം സംഭവിച്ച് മരണപ്പെടുന്നു. തന്റെ പണത്തിന്റെയും അധികാരത്തിന്റെയും ബലത്തിൽ ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിതത്തിനും അഭിമാനത്തിനും വിലയിടാമെന്ന് വിചാരിച്ച രാജഗോപാൽ ജീവജ്യോതി എന്ന പെൺകുട്ടിയുടെ അസാധാരണമായ ചെറുത്തുനിൽപ്പിലൂടെ അന്നോളം താൻ ഉണ്ടാക്കിയ സൽപ്പേര് നഷ്ടപ്പെടുത്തുകയും കൊലപാതകി എന്ന ചീത്തപ്പേരും വാങ്ങി ജയിലിലേക്ക് പോകേണ്ടി വന്നു. സാധാരണക്കാർക്ക് നിയമത്തോടുള്ള വിശ്വാസം കൂട്ടാൻ ഒരു പരിധിവരെ ഈ കേസ് സഹായിച്ചിട്ടുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.
സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ.